രാവിലെ അമ്മ എൻ്റെ പേരെന്താ സ്ട്രോബെറി കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ വേറെയും സ്ട്രോബെറി ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഓർക്കും ഞാൻ വീഡിയോ എടുത്തോണ്ട് നോക്കുന്നതാണെന്ന്. അങ്ങനെയല്ല, ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്കല്ലേ എല്ലാവരും വീഡിയോ എടുക്കുക, അപ്പോൾ നമ്മളും വലിയ ആൾ കളിച്ച് വീഡിയോ എടുക്കുന്നത് അത്ര തന്നെ. അപ്പോൾ എന്താ, നമ്മൾ സ്ട്രോബെറി ഉണ്ടോ എന്ന് നോക്കുകയാണ്. നമുക്ക് നോക്കാം കേട്ടോ. അത് ഒരുപാടൊന്നുമില്ല, ചെറിയ ഇതേ ഉള്ളൂ. പക്ഷെ അമ്മ രാവിലെ ഞാൻ കഴിച്ചത് നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല തണുപ്പും വെയിൽ വരുമ്പോൾ നല്ല വെയിലും കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ടാണ് ഇതിന് സ്ട്രോബെറിക്ക് വലുപ്പവും മധുരവും ഉണ്ടാവുന്നത്. അത് ഞങ്ങൾ വാഗമണ്ണ് വട്ടവട പോയ സമയത്ത് അവിടെ നമ്മുടെ സ്ട്രോബെറിയുടെ ഫാമില്ലേ, അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്. നല്ല വെയിലും കിട്ടണം, എന്നാൽ അത്യാവശ്യം നല്ല തണുപ്പും വേണം. അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് നോക്കാം. നമ്മൾ ചെറിയ കുറച്ചേ ഉള്ളൂ കേട്ടോ, അതിന് മാത്രമൊന്നുമില്ല. അതായത് ഇവിടെ ഒരെണ്ണം ആവാറായിട്ടുണ്ട്. ഇതിവിടെയൊക്കെ ചെറിയ ഇതായി വന്നിട്ടേ ഉള്ളൂ. അയ്യോ, മുള്ളു കുത്തി വെച്ചു. വീട് റോസ കയ്യിൽ വെച്ച. അയ്യോ, ഓ മേലെ, ഓ എൻ്റെ മുടി. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ട് നോക്കുന്ന രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പോൾ നമുക്ക് പഴുത്തതാണ്, നമുക്ക് പറിക്കാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ല, ഞാൻ ഓൾറെഡി നോക്കിയതാണ്. ഞാൻ നോക്കി ഇത് കണ്ടതിന് ശേഷം മാത്രമാണ് ഫോൺ എടുത്തിട്ട് വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പോൾ ഇതാ രാവിലെ കഴിച്ചാൽ നല്ല ഇതേ സെയിം വലിപ്പത്തിലുള്ള തന്നെയാണെന്ന് രാവിലെ എനിക്ക് അമ്മ കൊണ്ട് തന്നത്. അപ്പോൾ ഇതും നമുക്ക് കഴിച്ചക്കാർക്കും കൊടുക്കണ്ടേ. നല്ല മധുരം. അപ്പോൾ അവർ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം പതിവിലേറെ നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ, നല്ല തണുപ്പുള്ള സമയമാണ്. ഇപ്പോൾ 1:30-2 മണി സമയമായി. അന്തരീക്ഷം കണ്ടാലറിയാം, വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇപ്പോഴും തണുപ്പാണ് ഇവിടെ. ഇത് സ്ട്രോബെറി വേണോ? ഇച്ചിരി നക്കിയൊക്കെ. ഓ ഞങ്ങൾക്ക് സ്ട്രോബെറി ഒന്നും തിന്നാറായിട്ടില്ല.